കൽപ്പാന്തകാലം വരയ്ക്കും ഗുരുകൽപ്പനയ്ക്ക് മാറ്റമില്ല. കൽപ്പാന്തകാലം വരയ്ക്കും ഗുരുകൽപ്പനയ്ക്ക് മാറ്റമില്ല. കാതലായുദിയ വേദോ തന്റെ കായാമ്പുമേനി തൻ രൂപം അന്നദാന പ്രഭുവായ സർവശക്തി വാഴും കാലം. കഷ്ടത പട്ടിണിയൊന്നും ഉണ്ടാകയില്ല. എന്നുമുള്ളവൻ എല്ലാത്തിലുമുള്ളവൻ ആരിലും വാഴുന്നവൻ ആനന്ദരൂപൻ. അങ്ങനെ കൽപ്പിച്ചത് എന്തുകൊണ്ടാണ്? അങ്ങനെ കൽപ്പിക്കുന്ന സമയത്ത് പട്ടിണി നിറഞ്ഞ സമയമായിരുന്നു. എന്നാൽ പറഞ്ഞത് പട്ടിണി ഉണ്ടാവുകയില്ല എന്നാണ്. അപ്പോൾ അന്നദാന പ്രഭുവായ സർവശക്തി അന്ന് ലോകത്തിൽ ഇല്ലായിരുന്നു എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, താനില്ലാതൊരു ലോകമില്ല, തന്നിൽ നിന്നല്ലാതൊരു ലോകമില്ല, തന്നിൽ അടങ്ങാത്ത ഒരു ലോകവുമില്ല. എന്നാൽ സർവശക്തി ഉദയമായി ലോകത്തിൽ വാഴുന്നു എന്ന് അറിവിൽ കൂടി ആശ്രയിച്ച് ആത്മലോകം സ്വീകരിക്കാൻ തുടങ്ങിയപ്പോഴാണ് കഷ്ടത പട്ടിണികളൊക്കെ ഒഴിഞ്ഞു തുടങ്ങിയത്. നിങ്ങൾ ഈ ഓണത്തിന് ഉപയോഗിച്ച ഓരോ ഭക്ഷ്യധാന്യങ്ങളും ഓരോരുത്തരുടെയും കർമ്മഫലമായി നിങ്ങളുടെ മുന്നിൽ എത്തിയതാണ്. എത്രയോ പേർ രാപകലില്ലാതെ അതിനുവേണ്ടി കഷ്ടപ്പെട്ടതാണ്. എത്രയോ കൃഷിക്കാരുടെ വിയർപ്പിന്റെ ഫലമാണ്. എത്രയോ തൊഴിലാളികളുടെ വിയർപ്പിന്റെ ഫലമാണ്. അതിനൊന്നും പകരം വെക്കാൻ ഒന്നുമില്ല. നമ്മൾ 100 രൂപ കൊടുത്ത് ഒരു പാക്കറ്റ് സ്നാക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള സാധനം വാങ്ങിയാൽ ആ സാധനത്തിന്റെ വില 100 രൂപയാണെന്ന് നമ്മൾ ധരിക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങൾ അതിന്റെ പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കണം. ആ സാധനങ്ങൾ ഉണ്ടാക്കുവാൻ ബന്ധപ്പെട്ട കർഷകന്റെ അധ്വാനത്തെ ഒന്ന് ചിന്തിക്കണം. എത്ര ദിവസത്തെ കാത്തിരിപ്പിന് ഒടുവിലാണ് ഈ ഫലം കിട്ടുന്നതെന്ന് ചിന്തിക്കണം. അങ്ങനെ കിട്ടുന്ന വിഭവം നിങ്ങളുടെ കൈകളിൽ എത്താൻ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തണമെന്ന് ചിന്തിക്കണം.
നമ്മുടെ കൈകളിൽ എത്തുവാൻ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തണമെന്ന് ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ആ ഒരു കവറിൽ ഇരിക്കുന്ന സാധനത്തിന്റെ വില 100 രൂപയാണോ എന്ന് ചിന്തിച്ചു നോക്കണം. ഒരു കവറിലിരിക്കുന്ന സാധനത്തിന് വില 100 രൂപയാണോ എന്ന് ചിന്തിച്ചു നോക്കണം. ഒരിക്കലുമല്ല. അത് അതിനൊരു വില നിശ്ചയിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. വിനിമയത്തിന് വേണ്ടി ഒരു വില നിശ്ചയിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഒരിക്കലും അതിന്റെ വില അതല്ല. ഈശ്വരന്റെ മഹാകാരുണ്യമാണത്. അനേകം തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് ആ കർഷകരായി ജീവിക്കുന്നവരോടുള്ള സ്നേഹവും ബന്ധവും ഉണ്ടാകണം. കാർഷിക വൃത്തിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. അവരവരുടെ ഭവനങ്ങളിൽ ഉള്ള ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നട്ടുപിടിപ്പിച്ച് അവരവർ ഉപയോഗിക്കാൻ തക്ക വിധത്തിൽ ഒന്ന് ശ്രമിക്കണം. ആ ചെറിയ കവറുകളിലാക്കിയെങ്കിലും പച്ചക്കറികൾ നടാം. ആ അതുപോലെ അനേകം കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ആവശ്യമില്ലാതെ കളയുന്ന സമയം ആ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് പ്രകൃതിയിലേക്ക് നിങ്ങൾ ഇറങ്ങിയാൽ നിങ്ങൾക്ക് അതിൻ്റെതായ മാനസിക ഉല്ലാസവും ശാരീരിക ആരോഗ്യവും ഉണ്ടാകും. ശാന്തമായി പോയി ഈശ്വരനിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദമാണെന്നുള്ള ഓർമ്മയോടുകൂടി എൻ്റെ ഗുരുവിനോടൊപ്പം ഇരുന്നാണ് ഞാനിത് കഴിക്കുന്നതെന്നുള്ള ചിന്തയോടുകൂടി വേണം പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ സദ്യ കഴിക്കാൻ. എല്ലാ ദിവസവും അങ്ങനെ ആയിരിക്കണമെങ്കിലും ഇത് വളരെ പ്രത്യേകമാണ്. ഭഗവാൻ നേരിട്ട് നിന്ന് വിളമ്പിയാണ് നിങ്ങൾക്ക് തരുന്നത്. ആ ഓർമ്മയോടുകൂടി ഭക്ഷണം കഴിക്കുക. എല്ലാവർക്കും ഇത് ഉന്നതമായ ഒരു അനുഭവമായി തീരുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കുക.